ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം പ്രവചനാതീതമാണ്. വിജയസാധ്യത കുറവുള്ള സ്ഥാനാർത്ഥികൾ പോലും ഒരു മാജിക് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. വിജയം ഉറപ്പാക്കുന്ന ഒരു മാജിക്. അതുപോലെ തന്നെ മാജിക് എന്ന കല വേരോടെ ലയിച്ചു കിടക്കുന്ന ഭൂമി കൂടിയാണ് നിലമ്പൂർ. ഒരുപാട് പ്രതിഭാസമ്പന്നരായ മജീഷ്യൻസിന് പിറവി നൽകിയ നാട്. നിലമ്പൂരിന് മാജിക് വിശേഷങ്ങൾ കാണാം. പാലക്കാട് ജനിച്ച മലയാളത്തിന്റെ മാന്ത്രിക മുത്തച്ഛൻ പ്രൊഫസർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയുടെ പ്രതിമ ഇങ്ങനെ തലയെടുപ്പോടെ നിലമ്പൂരിലുണ്ട്. തേക്ക് പോലെ തന്നെ നിലമ്പൂരിന്റെ പ്രശസ്തികളിലൊന്നാണ് മാജിക്കും. ആസ്വാദകനെ ത്രസിപ്പിക്കുന്ന കൺകെട്ട് വിദ്യയ്ക്ക് നിലമ്പൂരിന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. RK മലയത്തിനെ പോലെ, ഗോപിനാഥ് മുതുകാടിനെ പോലെ കേരളത്തിന്റെ പേര് മാജിക്കിലൂടെ ലോകത്തെ അറിയിച്ച പ്രതിഭാശാലികളുടെ മണ്ണ്. മാജിക് എന്ന കലയെ കേരളത്തിന് സുപരിചിതമാക്കി കൊടുത്തതിലും വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചതിനും നിലമ്പൂർ കോവിലകത്തിന് നിർണായക പങ്കുണ്ട്. എൻ്റെ ഗുരുനാഥൻ ആയിട്ടുള്ള പ്രൊഫസർ വാഴക്കുന്നം നമ്പൂതിരി, അദ്ദേഹം നിലമ്പൂരിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വളരെ ക്ലാസിക് ഐറ്റമാണ് ചെപ്പും പന്തും. ആ ചെപ്പും പന്തും എന്ന മാജിക്കിൻ്റെ ഒരു വേർഷൻ കാക്കാലമുറ അത് അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ നാട്ടിലും ഉള്ളതുപോലെ ഇവിടെയും ആദിവാസികളുടെ കൂട്ടത്തിലുള്ള കുറവന്മാർ ഒരു മാജിക് എല്ലായിടത്തും ചെയ്തിരുന്നു എന്നല്ലാതെ മാജിക്കിനൊരു തുടക്കം കുറിക്കുന്നത് ആധുനിക മാജിക്കിന് 1968 ഞാൻ അലിഖാൻ്റെയും വാഴക്കുന്നത്തിൻ്റെയും മാജിക് പഠിക്കാൻ തുടങ്ങിയ ശേഷമാണ്. 25 മൂർഖൻ പാമ്പുകളും 100 കരിന്തേളും നിറച്ച പെട്ടിയിൽ ആളിപ്പടരുന്ന തീയിൽ നിന്ന് ഞൊടിയിടയിൽ പുറത്തുവരുന്ന ഫയർ എസ്കേപ്പ് മാന്ത്രികൻ നിലമ്പൂർ പ്രദീപ് കുമാറിനെ പോലെയുള്ള പ്രതിഭകൾക്ക് ചില പരിഭവങ്ങളുണ്ട്. വന്യജീവി സംഘർഷം തെരഞ്ഞെടുപ്പ് ഗോതിയിൽ ചൂടേറിയ ചർച്ചയാകുന്ന നിലമ്പൂരിൽ പ്രത്യേകിച്ചും ഇപ്പോൾ പാമ്പിനെയോ തേളിനെയൊക്കെ നമ്മൾ ഉപയോഗിച്ചൊരു പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ വനം വകുപ്പ് നമ്മളെ പിന്നാലെ വരും. വീട്ടിൽ വരെ ഇവിടെ എത്തും തന്നെ. ഇപ്പോൾ നമുക്കറിയാം ഒരു പുലിനകത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇത് കാരണം പഴയ കാലത്ത് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് വരെ വാങ്ങിയത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതൊരു അപകടകരമായ അവസ്ഥയിലേക്ക് കേസിലേക്ക് വരും. പ്രൊഫഷണൽ മജീഷ്യൻസ് മാത്രമല്ല, നിലമ്പൂരിൻ്റെ അങ്ങാടിയിൽ വെറുതെ ഒന്ന് നടന്നാൽ 100 കണക്കിന് കലാകാരന്മാരെ നമുക്ക് കാണാനാകും. അതിനുദാഹരണമാണ് ഉപജീവനം ടാക്സിയാണെങ്കിലും മാജിക്കിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ട് നടക്കുന്ന ജോയി ഏട്ടനെ പോലെയുള്ള മനുഷ്യർ. സാറിൻ്റെ അടുത്ത് ഒരു നോട്ട് ഉണ്ടായി തരും, പൈസ നോട്ട്, ഒരു 500-ൻ്റെ നോട്ട് ഏതായാലും മതി, 500-ൻ്റെ തരും. മാജിക് കളിച്ച് പോക്കരുത്. മാജിക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? മാജിക് ഇഷ്ടപ്പെട്ടു. എന്തായാലും പൈസയും പോയില്ല, നല്ലൊരു മാജിക്കും കണ്ടു. നിലമ്പൂറും മാജിക്കും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ടെന്ന് മനസ്സിലായില്ലേ? നിലമ്പൂർ വരെ വന്നിട്ട് ഒരു മാജിക് ചെയ്യാതെ പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാനൊരു മാജിക് ചെയ്യാൻ പോകണം. എൻ്റെ കയ്യിൽ 4 പേപ്പറുകളുണ്ട്. ഒന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്, ഒന്ന് UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്ത്, പിന്നെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, സ്വതന്ത്രൻ PV അൻവർ. അങ്ങനെ ഞാൻ ചില തട്ടിക്കുട്ട് മാജിക്കുകളൊക്കെ കാണിച്ച് ആര് ജയിക്കുമെന്ന് പറയാൻ പോകണം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ചില പൊടിക്കൈകളൊക്കെ കാണിക്കട്ടെ. ഇതാ ഇപ്പോൾ അറിയാം, ഇപ്പോൾ അറിയാം, ഇപ്പോൾ അറിയാം, ഇപ്പോൾ അറിയാം, ഇപ്പോൾ അറിയണ്ട. തൽക്കാലം ആളെ എടുക്കുന്നില്ല. ജനം ആണ് ഇതം രേഖപ്പെടുത്തിയത്. ജൂൺ 21 ഫലം വരും. നിലമ്പൂർ സസ്പെൻസ് ജൂൺ 23 വരെ നിലനിൽക്കും, പല മാജിക് സസ്പെൻസുകൾ നിലനിൽക്കുന്ന പോലെ. അപ്പം അവസാനിപ്പിക്കുകയാണ്. ക്യാമറമാൻ സുജിത് ഗുരുവായൂരിനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ. അപ്പോൾ നിലമ്പൂരിൻ്റെ മായാജാല പൈതൃകം പറയുകയായിരുന്നു സുഹൈൽ മുഹമ്മദ്.